ഹായ്, സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇനിയും വരാൻ പോകുന്ന LD പരീക്ഷ, അതുപോലെ ഡിഗ്രിയുടെ 3rd ഫേസ് എക്സാം, അതുപോലെ LP UP പരീക്ഷ എല്ലാത്തിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. യൂട്യൂബിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിനകത്ത് നമ്മൾ PYQ ഫാക്ടേഴ്സാണ്. കഴിഞ്ഞ 2022-23 കാലഘട്ടങ്ങൾ, 23 തന്നെ വിവിധ PYQ എക്സാംസ്, അതായത് വിവിധ പരീക്ഷയ്ക്ക് നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതും അതിൻ്റെ ആൻസറും കൂടിയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. താഴെ പറയുന്നവയിൽ തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല്: നിലമറിഞ്ഞ് വിത്തിടണം, പുള്ളുവൻ പാടുന്നതേ വീണ പാടൂ, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അപ്പോൾ നോക്കൂ, നിലമറിഞ്ഞ് വിത്തിടണം അല്ലേ, അത് അധ്വാനമാണോ? പുള്ളുവൻ പാടുന്നതേ വീണ പാടൂ, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ഇവിടെ ആൻസർ C ആയിരുന്നു. മൂന്നാമത്തതാണ് ശരിക്കും പറഞ്ഞാൽ എന്തിലേക്ക് വരുന്നത്? മൂന്നാമത്തതാണ് ഒരു അധ്വാനത്തിൻ്റെ മഹത്വം എന്നുള്ള ലെവലിലേക്ക്. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, അധ്വാനത്തിൻ്റെ മഹത്വം, അധ്വാനിക്കുന്നവൻ്റെ മഹത്വത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 2023 വിവിധ പരീക്ഷകൾക്ക് ഉള്ള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ആൻസറും അതിൻ്റെ ആൻസർ ഡിസ്കഷനുമാണ് നമ്മളിവിടെ നോക്കുന്നത്. ശരിയായ വാക്യം: ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുമുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുമുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ആദ്യമേ തന്നെ നമ്മൾ വെട്ടും. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. എന്നാലിൻ്റെ ഒന്നും അവിടെ ആവശ്യമില്ല അല്ലേ. അപ്പം ABC ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ആൻസർ എന്താണ് വന്നിരിക്കുന്നത്? ആൻസർ A ആണ്. ഒന്നാമത്തെ മാത്രം ശരി. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധി ഉണ്ട്, എന്നിട്ട് ഒരു സെമിക്കോളം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ വാക്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഉപവാക്യത്തെ വേർതിരിക്കുന്നതിന് സെമിക്കോളൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധി ഉണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അവിടെ നമ്മൾ ഉപവാക്യങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് വേർതിരിച്ചു അല്ലേ. ഉപവാക്യങ്ങൾ വേർതിരിച്ചു പറഞ്ഞപ്പോഴാണ് അവിടെ റൈറ്റ് ആൻസറിലേക്ക് പോയത്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് അഭിവൃദ്ധിയും ഉണ്ട്, എന്നാൽ അത്രയും കുറവുണ്ട്, അത് തെറ്റ്. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അവിടെ ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞ് ഒരു സെമിക്കോളൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3ഉം തെറ്റാണ്. A ആണ് ശരി. അലിംഗ ബഹുവചനം അല്ലാത്തത്: അധ്യാപകർ, നിലങ്ങൾ, വെള്ളക്കാർ, മലയാളികൾ. ഇവിടെ നമുക്ക് ആൻസർ B എടുക്കാം. അതായത് 2 മാത്രം. അധ്യാപകരും വെള്ളക്കാർ എന്ന് പറയുന്നത് വെള്ളക്കാറല്ല, വെള്ളക്കാറായിരുന്നെങ്കിൽ ഏകവചനായേനെ. ഇവിടെ നമ്മൾ വിദേശീയരില്ലേ, ഇംഗ്ലീഷുകാരെയാണ് നമ്മൾ വെള്ളക്കാരെന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അധ്യാപകരും വെള്ളക്കാരും മലയാളികളും ഒക്കെ അലിംഗ ബഹുവചനം തന്നെ. നിലങ്ങൾ എന്ന് പറയുന്നത് നപുംസകമായതുകൊണ്ട് നിലങ്ങൾ എന്തായി മാറും? സലിംഗ ബഹുവചനമായി മാറും. സലിംഗ ബഹുവചനം. ഇനി 1000 ആണ്ട് ചേർത്തെഴുതിയാൽ എന്താണ് ആകുന്നത്? 1000 ആണ്ടെന്ന് തന്നെ വരുമോ, 1000 ആണ്ടെന്ന് വരുമോ, 1000 ആണ്ടെന്ന് വരുമോ, 1000 വരുമോ? 1000 അപ്പോൾ 1000 ആണ്ട് എന്നുള്ളത് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ എന്താണാകുന്നത്? 1000. അപ്പോൾ ആ പദം എഴുതുന്ന എങ്ങനെയാണ്? 1000. എങ്ങനെ? 1000 എന്നാണ് എഴുതുന്നത്. 1000. മേഘം എന്ന പദത്തിൽ, അപ്പം ഇവിടെ ഈ 1000 ഏത് സന്ധ്യ വരുമെന്നറിയാമോ? ഈ അനുസ്വാരം അല്ലേ, അതായത് അനുസ്വാരം അങ്ങ് പോയി, എന്നിട്ട് എന്ത് വന്നു? ഇത്ത് ആദേശം ചെയ്തു. അങ്ങനെ അനുസ്വാരം പോയി ഇത്ത് ആദേശം ചെയ്തതുകൊണ്ട് ഇവിടെ ആദേശസന്ധി വരും. എന്ത് വരും? ആദേശസന്ധിയാണ് ആൻസർ. ഓക്കെ അല്ലേ? ആദേശസന്ധി. മേഘം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണ്? കാഞ്ചി, ഖനം, അഭ്രം, വാരിതം.
അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കനകച്ചിലങ്ക കേലുങ്ങി കേലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. അപ്പം കാഞ്ചന കാഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ അരഞ്ഞാണം. അപ്പം കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണാണ്. അരയിൽ കെട്ടുന്ന ഞാണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരഞ്ഞാൺ. ഇനി ഖനം, മേഘം. പാട്ട് കേട്ടിട്ടില്ലേ? ഘനശ്യാമ അല്ലേ? അപ്പൊ ഘനശ്യാമം. ശ്യാമം എന്താ? കറുപ്പ്. ശ്യാമം കറുപ്പ്. കറുത്ത ഖനം എന്ന് പറഞ്ഞാൽ കാർമേഘം. ഇനി അഭ്രം. അഭ്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ജോഗ്രഫിയിലൊക്കെ. അഭ്രപാളികൾ, മേഘപാളികൾ. ഇനി എന്താണ് ഈ വാരിതം? വാരിതം മേഘം തന്നെ. വാരിതം മുകിൽ. നമ്മൾ കേട്ടിട്ടില്ലേ? മുകിൽ മാലകളെ അല്ലേ? അപ്പൊ മുകിലും മേഘം തന്നെ. വാരിതം മേഘം തന്നെ. ജീമൂതം. ജീമൂതം എന്നാലും എന്ത് തന്നെ? മേഘം തന്നെ. ധാരാധരം. ധാര മഴയാണ്. അപ്പം മഴയെ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ധാരാധരം. ധാരയ്ക്ക് പ്രവാഹമെന്നും മഴയെന്നും അർത്ഥമുണ്ട്. അപ്പം ധാരാധരം എന്ന് പറഞ്ഞാൽ മേഘമാണ്. മഴയെ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് മേഘത്തിനെ എന്തൊന്നുകൂടി നമ്മൾ വിളിക്കും? ധാരാധരം എന്നുകൂടി വിളിക്കും. അപ്പോൾ അതൊക്കെ മേഘത്തിൻ്റെ പര്യായമാണ്. കൊണ്ടൽ മേഘമാണ്. മുകിൽ മേഘമാണ്. ഇനി ചുവടെ തന്നിരിക്കുന്നതിൽ, അപ്പം ഇവിടെ ആൻസർ ഡി ആയിരുന്നേ. സോറി വാരിതം അതല്ലേ, മേഘമല്ലേ? എ ആയിരുന്നു. എ എന്ന് പറയുമ്പോൾ കാഞ്ചി. കാഞ്ചി മാത്രം അരഞ്ഞാണം. ഇനി ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പദം ഏതാ? ചെലവ് ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ചെഗുവേരയുടെ ചെലവ്. യെസ്. തത്വവും ഇങ്ങനെയാണ്. ഉത്ഥാനവും ഇങ്ങനെയാണ്. ചുവപ്പ് ഇങ്ങനെയല്ല, ചെമപ്പാണ്. ചെമപ്പ്. ചെമപ്പ്. ചെമന്ന് ചെമന്ന് ചെമപ്പ്. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പം ചെമപ്പാണ്, ചുവപ്പല്ല. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, ചുമർ ചിത്രമാണ്, ചുവരല്ല. ചുമർ ചിത്രം. ചുമർ ചിത്രമാണ് ശരി, ചുവർ ചിത്രം തെറ്റാണ്. ഇപ്പം ചുമരാണ്, ചുവരല്ല. ചുമരിന്മേൽ ചുമർ. ഓക്കെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ രണ്ട് കക്ഷിയിലും ചേരുന്നവനെന്ന് അർത്ഥം വരുന്ന ശൈലി ഏത്? സ്വർഗത്തിലെ കട്ടുറുമ്പ്, അകമ്പടിച്ചോറ്റുകാർ, ആലത്തൂർ കാക്ക, കായംകുളം വാൾ. ഇവിടെ കായം എന്ന് വരൂല കേട്ടോ, കായംകുളം എന്ന് പറയണം, അല്ലെങ്കിൽ കായം കുളം എന്ന് പറയണം. അങ്ങനെ ചേരുമ്പോഴാണ് കായംകുളം ആകുന്നത്. അപ്പോൾ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ സ്പോയിൽ അതേഴ്സ് ഹാപ്പിനെസ്. നമ്മൾ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെറ്റ് ബ്ലാങ്കറ്റ് ആണ്. എന്താണ്? വെറ്റ് ബ്ലാങ്കറ്റ്. മറ്റൊരാളിൻ്റെ സന്തോഷം നശിപ്പിക്കാൻ ചെന്ന് കയറുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയും. ഇനി അകമ്പടി ചോറ്റുകാരെന്ന് പറഞ്ഞ് ഇങ്ങനെ സേവ പിടിച്ച്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ ഇങ്ങനെ പുകഴ്ത്തി അവരുടെ പുറകെ നടക്കുന്നവരെയാണ് അകമ്പടിച്ചോറ്റുകാർ. രാജാവ് പോകുമ്പോൾ പരിജനങ്ങളായിട്ടൊക്കെ കൂടെ പോകുന്നില്ലേ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അകമ്പടിച്ചോറ്റുകാരെന്ന് പറയുന്നത്. ഇനി ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവനെ നമ്മൾ പറയും അവനൊരു ആലത്തൂർ കാക്ക തന്നെ. ഇനിയുള്ളത് കായംകുളം വാളാണ്. ഇരുപക്ഷത്തും ചേർന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് പറയും? കായംകുളം വാളെന്നും ഇരുതല മൂരി എന്നും പറയും. ഇനിയുള്ളത് 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എൺ പ്ലസ് 100 എൺ അധികം 100 ബി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൺ അധികം 100. ഇവിടെ സംഭവിക്കുന്ന മാറ്റം ന് പോയി ന് വരും. അങ്ങനെ ന് പോയി ന് വരുന്നത് കൊണ്ട് അല്ലേ എന്തങ്ങ് പോവും? ന് പോയി ന് വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ന് ഉണ്ട്. ഈ നാ പോയിട്ട് വരുന്ന നായും ഉണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ 800. നാ പോയി നാ വരുന്നത് കൊണ്ട് ആദേശസന്ധി. അതേസമയം 8000 നോക്കിക്കേ. 8000 അവിടെ എന്ത് മാറ്റമാണ് നടക്കുന്നേ? എൺ അധികം 1000 ചേർത്തെഴുതുമ്പോഴാണ് എന്താകുന്നേ? 8000. ഇവിടുത്തെ മാറ്റം എന്തായിരുന്നു? ഇവിടുത്തെ മാറ്റമാണ് ഇണ്ണ് എന്ന ചില്ലിനകത്ത് നായുണ്ട്. നാ ഇരട്ടിച്ച് ഇണ്ണയാവും. ഇണ്ണ ആയാണ് എന്തായി മാറുന്നത്? ഇണ്ണയായി മാറുന്നത്. ഇനി ദുഷ്കരം. ദുഷ്കരം എന്ന പദത്തിൻ്റെ അർത്ഥം നല്ല പ്രയാസമുള്ള, നമുക്ക് ലഭിക്കാൻ നല്ല പ്രയാസമുള്ളതിനെയാണ് ദുഷ്കരമായത്. നല്ല കിട്ടാൻ പാടുള്ളതിനെ നമ്മൾ പറയും ദുഷ്കരം.
അപ്പോൾ ദുഷ്കരത്തിൻ്റെ നേരെ വിപരീതം സുഖരം, എളുപ്പത്തിൽ കിട്ടുന്നത്. സുഖകരമാണെങ്കിൽ ദുഷ്കരമാണ്, സുഖകരമാണെങ്കിൽ നമുക്ക് ദുഃഖകരം എന്ന് പറയാം, സുഖകരം ദുഃഖകരം എന്ന് പറയാം. അതുപോലെ നമുക്ക് ദുഷ്കരം അല്ലേ, ദുഷ്കരം എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളത് എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ദുഷ്കരത്തിന് നേരെ വിപരീതം സുഖരം വരും. സുഖരം നല്ല എളുപ്പം, അസുഖരമൊന്നും ഇല്ല. സി ഈസ് ദ ആൻസർ. They have been building the new bridge since 2021. ശരിയായ പരിഭാഷ ഏതാണ്? അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. അവർ 2021 തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം 2021 തുടങ്ങി. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവർ 2021 തുടങ്ങിയെങ്കിലും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ദ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021. പൂർത്തീകരിച്ചിട്ടില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പൂർത്തീകരിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ 2021 തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ആൻസർ. 2021 തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. ദ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021 എന്ന് പറഞ്ഞാൽ അവർ 2021 തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. ആശ നശിച്ചവൻ, ഇതിനകത്ത് ഡി ആണ് ആൻസർ, ഹതാശൻ. ഇനി ഒരു പദം കൂടി ഈ ആശ നശിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്, ഭഗ്നാശൻ. എന്തു പറയും? ഭഗ്നാശൻ, ഭഗ്നം, നശിച്ചത്, ഭഗ്നാശൻ, ആശ നശിച്ചവൻ. ഇനി വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. സൂക്ഷ്മം മീൻസ് ഇത് നാരോ ആയിട്ടുള്ളതാണ് സൂക്ഷ്മം. അതിൻ്റെ നേരെ വിപരീതമാണ് സൂക്ഷ്മം, സ്ഥൂലം എന്ന് പറയും. സൂക്ഷ്മമായത്, നാരോ പോയിന്റഡ് ആയിട്ടുള്ളത്, അതിൻ്റെ ഇത് കുറച്ച് ചിതറിക്കിടക്കുന്നത്, സ്ഥൂലമായത്. ഓക്കെ, സൂക്ഷ്മം, സ്ഥൂലം. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ലതാഗ്രഹം, ലതഗേഹം. ലതാഗൃഹം എന്ന പരാമർശത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വള്ളിക്കുടിൽ. ലത എന്ന് പറഞ്ഞാൽ വള്ളി, സസ്യം അല്ലേ? അപ്പം നമുക്ക് വള്ളിക്കുടിൽ എന്നുള്ളൊരർത്ഥം കൊടുക്കാം. ലതാഗൃഹം എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ എന്താണ് ലതാഗ്രഹത്തിന് നമ്മൾ പർണശാല എന്നൊക്കെ പറയത്തില്ലേ? പർണം, ഇല കൊണ്ടുണ്ടാക്കിയത്. ഇവിടെ പർണമല്ല, ഇവിടെ സസ്യമാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ വള്ളിക്കുടിലെന്നൊക്കെ പറയുന്നത്. പകരം പദം തിരഞ്ഞെടുക്കുക. ക്ഷണനം, ക്ഷണിക്കൽ, വധം, നിമിഷം, വേഗം, വധിക്കുക. അപ്പം ക്ഷണം എന്ന പദത്തിൻ്റെ അർത്ഥം രണ്ട് രീതിയിൽ ക്ഷണം പറയാം. വിളി എന്നൊരർത്ഥമുണ്ട്, വിളിക്കുക. അതുപോലെ പെട്ടെന്ന്, ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമായി എന്ന് പറയത്തില്ലേ? ക്ഷണികം, ക്ഷണം അല്ലേ? ക്ഷണം വളരെ പെട്ടെന്ന് എന്നുള്ളൊരർത്ഥമുണ്ട്. ഒപ്പം കല്യാണത്തിന് എനിക്കും ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് എന്നെയും വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ വധം, പകരം പദം തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ക്ഷമനം വധമാണ്. ഇനി പദം പിരിച്ചെഴുതുക. വാഗ്വിലാസം, വാഗ്വിലാസം, വാഗ് വിത്ത് ആസം. ഓക്കെ, ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി നോക്കാം. യെസ്, വാക്ക് അധികം വിലാസം, വാക്ക് അധികം വിലാസം. ഇതിലേതിനെ നമ്മൾ വാഗ്വി എന്ന് കൊടുക്കണേ. വാഗ്വി അധികം വിലാസം, വാക്ക് അധികം ലാസം. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാ? വാഗ് അധികം വിലാസം. ക ഗായായി മാറും. ഇവിടെ എന്താ സംഭവിച്ചേ? ക ഗായാവും പിന്നെ ഗാവി, അതിനെയാണ് ഗ്വി ആകുന്നത്. ചേർത്തെഴുതുമ്പം വാഗ്വിലാസം, വാഗ് വിലാസം, വാഗ്വിലാസം. ഓക്കെ, അതിൻ്റെ ബാലൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പം സി ആയിരുന്നു ആൻസർ. പദം പിരിച്ചെഴുതുക. വാഗ്വിലാസം, സി. ഓക്കെ, ചേർത്തെഴുതുക. ശരത് അധികം ചന്ദ്രൻ. ഒരു PSC പരീക്ഷയ്ക്ക് ശരത് അധികം ചന്ദ്രൻ, ശരത് ചന്ദ്രൻ എന്ന ആൻസർ കൊടുത്തു. പക്ഷെ ശരത് ചന്ദ്രൻ അല്ല. ആൻസർ വരേണ്ടത് എന്താണ്? ചേർത്തെഴുതുക. ശരത്
ശരത് അധികം ചന്ദ്രൻ, ശരത്ചന്ദ്രൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചലത് അധികം ചിത്രം ചേർത്ത് എഴുതുമ്പോൾ ചലച്ചിത്രം എന്ന് വരും. ചലച്ചിത്രം. മഹത് അധികം ചരിതം ചേർത്ത് എഴുതിയാൽ മഹച്ചരിതം എന്ന് വരും. എങ്ങനെ വരും? മഹച്ചരിതം. മഹത് അധികം ചരിതം, മഹച്ചരിതം. ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 100-ൽ 99 വിജയിച്ചു. ശതമാനം കണക്കാക്കുന്നത് 100-ൽ തന്നെ, പിന്നെ 100-ൽ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ശതമാനം ഇത്ര എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ പോയിട്ടൊരു 100-ൽ 99 അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100-ൽ 99% പേരും വിജയിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100-ൽ 99% വിജയിച്ചു. ഓക്കെ. അപ്പോൾ അവിടെ ശതമാനമൊന്നും ശതമാനം പേരെന്നും ഉണ്ടായിരുന്നു. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. കറക്റ്റ്. കാരണം ബാക്കിയുള്ള എല്ലായിടത്തും 100-ൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളിൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ ഒരു വിദ്യാർത്ഥികളിൽ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പേര് വേണ്ട. 99 പേരും എന്ന് വേണ്ട. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. അങ്ങനെ മതി. ഓക്കെ. മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് നീഹാരം, പ്രാലേയം, ജലധരം, തുഷാരം. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് നീഹാരം മഞ്ഞാണ്. നീഹാരാർദ്ര മഹാദ്രികളിൽ അല്ലേ ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. നീലാരണ്യനി ചോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ കാലല സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക്. അപ്പം നീഹാരാർദ്രം മഞ്ഞിനാൽ മൂടപ്പെട്ട അദ്രി പർവ്വതം. അപ്പം നീഹാരം. പിന്നെ പറയില്ലേ പ്രാലേയം, പക്ഷെ അവിടെ മാറിപ്പോരുത്. പ്രാലേയം മഞ്ഞാണ്, മാലേയം ചന്ദനം. അപ്പോൾ ഞാൻ പാടിയത് മാലേയമായിരുന്നു. മാലേയം മാറോടണഞ്ഞു. അപ്പോൾ മാലേയം ചന്ദനം, പ്രാലേയം മഞ്ഞാണ്, ജലധരവും മഞ്ഞ് തന്നെ. ജലധരം മേഘം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? യെസ്. ജലത്തിനെ ധരിച്ചു വെച്ചിരിക്കുന്നത് മേഘമാണ്, മഞ്ഞല്ല. തുഷാരം എന്ത് തന്നെ? മഞ്ഞ് തന്നെ. അപ്പോൾ നീഹാരവും പ്രാലേയവും തുഷാരവും മഞ്ഞിൻ്റെ പര്യായം, ജലധരം മാത്രം മേഘത്തിൻ്റെ പര്യായം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഡിഫോൾട്ട് ഓഫ് എഗ്രിമെൻ്റ് ഇൻ, ഡാൻസ് ടു വൺസ് ട്യൂൺ, ഹാങ് ഇൻ ദ ബാലൻസ്. യെസ്. അതായത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അനിശ്ചിതത്വത്തിൽ തുടരുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ എം ഹാങ് ഇൻ ദ ബാലൻസ്. ഞാനൊരു ബാലൻസിൽ തൂങ്ങിയാടുന്നു. അനിശ്ചിതത്വമാണ്. അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗം അല്ലേ, ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗമാണ് ഹാങ് ഇൻ ദ ബാലൻസ്. ഹാങ് ഇൻ ദ ബാലൻസ്. ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച മലയാള പരിവർത്തനം കണ്ടെത്തുക. പെട്ടെന്ന് വാർത്താ പ്രാധാന്യം കൊടുക്കുക, ശീർഷകം ആകർഷകമാക്കുക, തലയ്ക്കടി ഏൽക്കുക, വരികൾക്കിടയിലൂടെ വായിക്കുക. അപ്പോൾ ഇവിടെ ഹിറ്റ് ഹെഡ്ലൈൻസ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുകയാണ്. അപ്പോൾ ചില വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ കണ്ട് നമ്മൾ അട്രാക്റ്റീവായിട്ട് ഉള്ളിലേക്ക് പോവുകയും ആ ഒരു കണ്ടന്റ് വായിക്കുകയൊക്കെ ചെയ്യും. ഓൺലൈൻ മാധ്യമങ്ങളിലായാലും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടെ ഇതാണ് പെട്ടെന്ന് വാർത്താ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഹിറ്റ് ദ ഹെഡ്ലൈൻ. ഇതാണ് ഹിറ്റ് ദ ഹെഡ്ലൈൻ. വിവാഹം ചെയ്ത് ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ പെട്ടെന്ന് വാർത്താ പ്രാധാന്യം കൊടുക്കുക. വിവാഹം ചെയ്ത് ഭാര്യയുടെ കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? ഗ്രഹസ്ഥൻ, ഗൃഹസ്ഥൻ, ഗ്രഹനായകൻ, ഗ്രഹണി. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 2, രണ്ടാമത്തെ ഓപ്ഷനാണ് ഡി. യെസ്. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? സ്ത്രീലിംഗം, പൂജകം, അലിംഗം, അലിംഗ ബഹുവചനം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 3 വരുന്നത്. യെസ്.
അതായത് ഇവിടെ യെസ് മലയാളികൾ എന്ന പദം ഏതു ബഹുവചന രൂപമാണ്? അലിംഗ ബഹുവചനം. യെസ്. ഇനി ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി. യെസ്. 3 സദ്ഗതിയാവാൻ ബി 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 അധോഗതി. യെസ്. ഉൽഗതി 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 പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി അല്ലേ? ഉദ്ഗതിക്ക് അധോഗതി, അധോഗതി അല്ലേ പറ്റുള്ളൂ. അതായത് ഉദ്ഗതി എന്ന് പറഞ്ഞാൽ ഉദ്ഗതി ഈസ് ഈക്വൽ ടു സദ്ഗതിയാണ്. അതായത് നല്ല മാറ്റമുണ്ടാകുക, നല്ലതായി മുന്നോട്ട് വരിക എന്നൊക്കെയുള്ളൊരർത്ഥം. അതിൻ്റെ നേരെ വിപരീതമായിട്ട് നമുക്ക് അധോഗതിയെ പറയാൻ പറ്റും. ഓക്കെ. ഇനി അധോഗതിയാണെങ്കിൽ പശ്ചാത്ഗതി. അധോഗതിയുടെ നേരെ വിപരീതം എന്തായിരിക്കും? പശ്ചാത്ഗതിയാണ്. പുരോഗതി, അധോഗതി അല്ല, പുരോഗതിയുടെയാണേ, സോറി കേട്ടോ. പുരോഗതിയാണ് ഒന്നുകിൽ അധോഗതി അല്ലെങ്കിൽ പശ്ചാത്ഗതി. രണ്ടിൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ്? താഴേക്ക് പോകുക എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ പുരോഗതിക്ക് അധോഗതിയും പറയാം, പശ്ചാത്ഗതിയും പറയാം. രണ്ടും ഈക്വൽ ഇതാണ്. ഓക്കെ. ഇനി മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലർ അധികം അമ്പനാണ്. മലര് അധികം അമ്പൻ, മലര് അധികം അമ്പൻ. ഓക്കെ. അപ്പം മലരമ്പൻ പിരിക്കുന്നത് മലര് അധികം അമ്പൻ, മലരമ്പൻ ലോപം വരും അല്ലേ? മലര് അധികം അമ്പൻ, മലരമ്പൻ. ഓക്കെ. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? നിശ, ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ. ആൻസർ സി ആണ്. നമുക്ക് നോക്കാം. രാത്രി എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതല്ലേ? അപ്പോൾ സി 4 മാത്രമാണ് അല്ലാത്തത്. ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ മിന്നലാണ്, മിന്നൽ. ഓക്കെ. അപ്പോൾ നിശയും ത്രിയാമയും ക്ഷണതയും ഒക്കെ എന്ത് തന്നെയാണ്? രാത്രിയുടെ പര്യായങ്ങളാണ്. ക്ഷണപ്രഭ മാത്രം മിന്നൽ എന്നുള്ളൊരർത്ഥത്തിലേക്ക് പോകും, മിന്നൽ. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. ഇവിടെ ലേയും ഇവിടെ നും വന്നു. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം, ഓക്കെയാണ്. ഇംഗ്ലീഷിന് എന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം, തെറ്റാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലെ തെറ്റുകൾ പോലെ വരാം, തെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ബി ആണ്. 2 മാത്രം ശരി. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. മറ്റേത് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിൽ നുമായി. അപ്പം ലേ വന്നാൽ ലും, നേ വന്നാൽ നും. അത് എന്താണ്? സമുച്ചയ നിപാതത്തിൽ നമ്മൾ വാക്യശുദ്ധിയിലൊക്കെ പഠിച്ചതാണ്. ഇനി വെണ്ണീർ എന്ന പദം പിരിച്ചാൽ വെൾ അധികം നീറാണ് വെണ്ണീർ. വെൾ അധികം നീറാണ് വെണ്ണീർ. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ബി ആണ്. വെണ്ണധികം നീറ് വെണ്ണീർ. യെസ്, എ അല്ലേ? ആൻസർ ബി ആയിരുന്നു. നമുക്കിവിടെ ആൻസർ ഉണ്ടല്ലോ. വെൺ അധികം നീറ് ചേർത്ത് എഴുതുമ്പോൾ വെണ്ണീർ. ഓക്കെ. ഇതും ആദേശം തന്നെ, ആദേശ സന്ധി. ഓക്കെ. ഓക്കെ. അങ്ങനെ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് കവർ ചെയ്തത്. യൂട്യൂബ് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PYQ ഫാക്ട്സ്, ഒരു 25ഓളം PYQ ഫാക്ട്സ് ആണ് നമ്മളിന്ന് നോക്കിയത്. സോ ഒരു 3 ക്വസ്റ്റ്യനും കൂടി നോക്കി ഈ ഒരു സ്ലൈഡിലൂടെ നോക്കി നിർത്താം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. അകത്തമ്മ ചമഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. വലിയ മേന്മ നടിക്കുക. അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നതിനായി കാണപ്പെട്ടു. വളരെയധികം സംസാരിക്കുന്നുണ്ട്. വാചാലൻ, അതിവാചാലൻ എന്നാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിവാചാലൻ തന്നെ എടുക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അന്തസ്, അന്തസ് 2 സായുണ്ട്. ഓപ്ഷൻ ബി.
അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. അനശ്വരം അല്ലേ? അനശ്വരമാണെങ്കിൽ നശ്വരം. ശാശ്വതം എന്നൊരു പദമുണ്ട്. ശാശ്വതമായിരുന്നു എങ്കിൽ ക്ഷണികം വന്നേനെ. ശാശ്വതം ക്ഷണികം, ശാശ്വതം ക്ഷണികം. ഇനി നദിയുടെ പര്യായം അല്ലാത്തത്. ദ്വീപവതി, ധുനി, സ്രോതസ്സൊക്കെ എന്ത് തന്നെ? നദി തന്നെ. പയോദം മാത്രം മേഘം. പയസ് വെള്ളം അല്ലേ? ആ വെള്ളത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളത് കൊണ്ട് പയോദം മേഘം. ഓക്കെ, അങ്ങനെ നമ്മളൊരു അരമണിക്കൂറിൽ 30 ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെട്ടത്. എല്ലാം 2023 PSC പരീക്ഷയ്ക്ക് വിവിധ പരീക്ഷകളിൽ വന്നിട്ടുള്ള PYQs ആണ്. അപ്പം നന്നായി ഈ ചോദ്യങ്ങളൊന്ന് പഠിച്ചു പോവുക. ഓക്കെ.